ഹലോ, ഇന്ന് നമുക്കൊരു ക്യൂട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. 4.5 mm ഹൂക്ക് വിത്ത് കോട്ടൺ യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് കൺഫേം ചെയ്യാണ്. 1 2 3 4 5 6. ഇനി ഇതുപോലെ യാണ് വലിച്ച് മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 2ൽ അഗെയിൻ 6 സിംഗിൾ ക്രോഷ്യസ് തന്നെയാണ് ചെയ്യുന്നത്. റൗണ്ട് 2ൻ്റെ എൻഡിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാപ്പ് പോലത്തെ ഒരു പോർഷൻ കിട്ടും. ഇതാണ് നമ്മളെ ക്രിസ്മസ് ട്രീൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ. ഇനി തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ലൂപ്പ് റൗണ്ടാണ്. ഇവിടെ മുതലാണ് ലൂപ്പ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 14 ചെയിൻസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 14th ചെയിനിനെ റൗണ്ടിലെ നെക്സ്റ്റ് പോർഷനിലെ ഫ്രണ്ട് ലൂപ്പിലായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇതിൽ ഈ പുറത്തായിട്ട് കാണുന്നതാണ് ഫ്രണ്ട് ലൂപ്പ്, ഈ ഉള്ളിലുള്ളതാണ് ബാക്ക് ലൂപ്പ്. ഫസ്റ്റ് ലൂപ്പിന് ഇതുപോലെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. എഗെയിൻ ആ പോയിന്റിൽ നിന്നും 14 ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് റൗണ്ടിന് ചുറ്റും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി റൗണ്ട് 3ൻ്റെ എൻഡിലായിട്ട് നമ്മൾ ബാക്ക് ലൂപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ നിന്നാണ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. റൗണ്ട് 4ൽ 6 സിംഗിൾ ക്രോഷ്യസ് ആണ് ചെയ്യുന്നത്. ഇനി റൗണ്ട് 4ൻ്റെ എൻഡിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 5th റൗണ്ട് ഒരു ഇൻക്രീസിങ് റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ചെയിൻ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യസ് ആണ് നമ്മളെ റൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ടോട്ടൽ സിംഗിൾ ക്രോഷ്യനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്ത പോർഷനിലാണ് ഇൻക്രീസ് വരുന്നത്. ഇവിടെ 6 സിംഗിൾ ക്രോഷ്യനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തേർഡ് പോർഷനിലാണ് ഇൻക്രീസ് വരുന്നത്. ഈ റൗണ്ടിൽ തേർഡ് പോർഷനിലും 6th പോർഷനിലുമാണ് ഇൻക്രീസ് വരുന്നത്. അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയിൻ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ സിംഗിൾ ക്രോഷ്യൻ്റെ എണ്ണം 8ലേക്ക് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് റൗണ്ട് 6ൽ 8 സിംഗിൾ ക്രോഷ്യസ് ആണ് ചെയ്യുന്നത്. അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്ത് ചെയിൻ 1 ചെയ്തിട്ട് 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 7th റൗണ്ടും ഒരു ഇൻക്രീസിങ് റൗണ്ടാണ്. കഴിഞ്ഞ റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷ്യസ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിൽ 4th സ്റ്റിച്ചിലും 8th സ്റ്റിച്ചിലുമാണ് ഇൻക്രീസ് വരുന്നത്. അങ്ങനെ നമ്മൾ 7th റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. അടുത്തതൊരു ലൂപ്പ് റൗണ്ടാണ്. ഒരു ലൂപ്പ് റൗണ്ടിൻ്റെയും അടുത്ത ലൂപ്പ് റൗണ്ടിൻ്റെ ഇടയിലായിട്ട് 4 റൗണ്ട്സ് ആണ് വരുന്നത്. 2 സിംഗിൾ ക്രോഷ്യ റൗണ്ടും 2 ഇൻക്രീസിങ് റൗണ്ടും. 8th റൗണ്ടിലും നമ്മൾ തേർഡ് റൗണ്ടിൽ ചെയ്ത പോലെ 14 ചെയിൻസ് ചെയ്തിട്ട് റൗണ്ടിന് ചുറ്റുമായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഈ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ട്രീ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 37 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീ ആണ്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് അത്യാവശ്യം തിക്നെസ് ഉള്ള ക്രാഫ്റ്റ് വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഈ വയർ ഇങ്ങനെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ ക്രിസ്മസ് ട്രീ അതിൻ്റെ ഷേപ്പിലും ആ സ്ട്രെങ്ത്തിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ യാണ് കട്ട് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുക്കാം. ക്രാഫ്റ്റ് വയറിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ബാലൻസ് വന്ന യാണിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ വലിച്ചൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.